സംഖ്യകളെയും കൃസംഖ്യകളെയും ഒക്കെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക വലിയ പാടാണ്. കാരണം അവർ സത്യം മനസ്സിലാക്കാൻ ഇറങ്ങിയ ആളുകളല്ല. നുണ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം സാമൂഹിക മാധ്യമങ്ങളിലും അല്ലാതെയും പ്രത്യക്ഷപ്പെടുന്ന ആളുകളാണ്. അവർക്ക് അതുകൊണ്ട് തന്നെ ഒരിക്കലും സത്യം സ്വീകാര്യമാകില്ല. വർഷങ്ങൾക്ക് മുമ്പ് നൈജീരിയയിൽ ഒരു പള്ളിയിൽ നടന്ന സുബഹി നേരത്ത് നടന്ന കൂട്ടക്കൊലയെ ക്രൈസ്തവരെ ആക്രമിച്ചതായി ചിത്രീകരിച്ച് ആ ദൃശ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ക്രൈസ്തവർക്കെതിരെ മുസ്ലിങ്ങൾ ആക്രമണം നടത്തി എന്ന് പറയുന്ന ഒരു ദൃശ്യം, ഒരു പോസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കാണാനിടയായി. അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് പോയപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ഒരു സുബഹിക്ക് നിസ്കാരത്തിന് പള്ളിയിലെത്തിയ 27 മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തു ബോക്കോ ഹറം എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിപ്പോൾ പറയാനുള്ള കാരണമുണ്ട്. ഏകദേശം ഒരു 1.5 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2024 ജനുവരിയുടെ ആദ്യത്തിൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. നിരന്തരമായി ഗസയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ പലരും ഇടാറുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ച ചില വിഷയങ്ങൾ, ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരാധമ പ്രവർത്തനങ്ങളുടെ കാരണം എന്താണ് എന്നായിരുന്നു. അതിന്റെ താഴെ വന്ന് ഒരു സംഖ്യയോ കൃസംഖ്യയോ ആണെന്ന് തോന്നുന്നു ഒരു ഫേസ്ബുക്ക് കമന്റ്, ആ പോസ്റ്റിന് താഴെ ഒരു കമന്റ് ഇടുകയാണ്. ആ കമന്റിൽ ഉണ്ടായിരുന്നത്, നൈജീരിയയിൽ ഇന്നലെ കൂടി 245 ക്രൈസ്തവരെയാണ് ബോക്കോ ഹറം തീവ്രവാദികൾ, ഇസ്ലാമിക ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്, അതേക്കുറിച്ചൊന്നും പറയാനില്ലേ എന്നായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞ്, ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് താഴെയും സമാനമായ ഒരു കമന്റ് കണ്ടു. ഈ അടുത്ത ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടപ്പോഴും ഇതേ കമന്റ് ഞാൻ കണ്ടു. കമന്റ് ചെയ്ത ആൾ വേറെയാണ്, ആദ്യത്തെ ആളല്ല കമന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ കമന്റ് അതേപടി അങ്ങനെ തന്നെയാണ്. ഇന്നലെ 245 ആളുകളെ കൊന്നു, ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത്, മുസ്ലിം ഭീകരവാദികളാണ് കൊന്നത്, ആർക്കും ഒന്നും പറയാനില്ലേ എന്നാണ്. ഈ ഇന്നലെയും ബോക്കോ ഹറാമും ക്രിസ്ത്യൻ വിശ്വാസികളും മുസ്ലിം തീവ്രവാദികളും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നു എന്നുള്ളതല്ലാതെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ തന്നെ വേറെയും പലരുടെയും കമന്റിൽ, വേറെയും പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ, സാമൂഹിക മാധ്യമ കുറിപ്പുകളുടെ താഴെ കമന്റ് ആയിട്ട് ഞാൻ ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എന്താണ് നൈജീരിയയിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ചൊന്ന് പഠിക്കാമല്ലോ എന്ന് കരുതിയത്. അതിനുവേണ്ടി ഞാൻ ഒരു പഴയ, ആ സമയത്ത് പുറത്തു വന്ന BBC-യുടെ റിപ്പോർട്ടിനെ പരിശോധിച്ചു. ആ റിപ്പോർട്ടിൽ ആ ഭരണകൂടം തന്നെ ആക്രമണങ്ങളെ, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ തള്ളി പറയുകയും ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് പറയുകയും ചെയ്യുന്നത് പ്രസിഡന്റിന്റെ തന്നെ ഒരു അഭിപ്രായം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. നൈജീരിയ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അവിടെ ജനങ്ങൾ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മൃഗീയമായ ഭൂരിപക്ഷം, വലിയ അപ്രമാദിത്വം എന്നൊന്നും കരുതേണ്ടതില്ല. 53% മുസ്ലിങ്ങൾ ഉള്ളത്, 47% ക്രൈസ്തവരാണ്. ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ സംഘർഷങ്ങൾ പതിവാണ്. ആ സംഘർഷങ്ങളെ പലതിനെയും ഭീകരവാദമായാണ് ചിത്രീകരിക്കുന്നത്. നോക്കൂ, അവിടെ കൊല്ലപ്പെടുന്നത് ക്രൈസ്തവർ മാത്രമാണോ? അല്ല, മുസ്ലിങ്ങൾ നിരന്തരമായി കൊല്ലപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒക്ടോബർ 2-ാം തീയതിയാണെന്ന് തോന്നുന്നു, അൽ ജസീറയിൽ അവിടെ നിന്നുള്ള, നൈജീരിയയിൽ നിന്നുള്ള ഒരാളുടെ, പ്രസിഡന്റിന്റെ ഉപദേശകന്മാരിൽ ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിന്റെ വിശദമായ ലേഖനം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഗസയെ കൂട്ടിക്കെട്ടി നൈജീരിയൻ സംഭവങ്ങളെ പർവ്വതീകരിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ലേഖനം എഴുതിയിട്ടുള്ളത്. നൈജീരിയയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അവിടെ നടക്കുന്നത് മതഭീകരവാദമാണോ, വർഗീയ സംഘർഷമാണോ, ഫാർമേഴ്സിനെതിരായ, കർഷകർക്കെതിരായ അതിക്രമങ്ങളാണോ? ഇങ്ങനെ വളരെ വിശദമായി തന്നെ അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അവിടെ ബോക്കോ ഹറാം എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് മുസ്ലിങ്ങളെയാണ് എന്നതാണ്. അവരുടെ ഏറ്റവും വലിയ ക്രൂരതകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണ് അവിടെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നു. ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും ബോക്കോ ഹറാം തീവ്രവാദികൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വലിയ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്, ധാരാളം ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. ആ കൊല്ലപ്പെടലിനെ മുഴുവൻ അത് ക്രൈസ്തവർക്കെതിരെ മാത്രമാണ് എന്ന് ചിത്രീകരിക്കുന്നതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. ക്രൈസ്തവ വംശഹത്യയല്ല അവിടെ നടക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുടെ വിശദീകരണമല്ലേ എന്നൊക്കെ പറയാവുന്നതാണ്. പക്ഷെ ഇനി അതിനെ മാറ്റി നിർത്തിയിട്ട്, അദ്ദേഹത്തിന്റെ തന്നെ വിശദീകരണങ്ങൾ മാറ്റി നിർത്തിയിട്ട് സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് സാമൂഹിക മാധ്യമങ്ങളിലെ വർഗീയ പ്രചാരണങ്ങളെ അല്ല അവലംബിക്കേണ്ടത്, അതല്ലാത്ത മറ്റു ഇടങ്ങളെ പരിശോധിച്ചുകൊണ്ട്, അന്തർദേശീയ മാധ്യമങ്ങളെ പരിഗണിച്ചുകൊണ്ട്, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കാവുന്നതാണ്. അവിടെ കൊല്ലപ്പെടുന്നത് ക്രൈസ്തവർ മാത്രമാണോ, മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നില്ലേ എന്നതൊക്കെ ആർക്കും പരിശോധിക്കാവുന്നതാണ്. അവിടെ ക്രൈസ്തവർ കൊല്ലപ്പെടുന്നുണ്ട്, ശരിയാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേപോലെ തന്നെ മുസ്ലിങ്ങളും കൊല ചെയ്യപ്പെടുന്നുണ്ട്. അഥവാ അക്രമികളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താവുന്ന, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നവരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താവുന്ന ഒരു സാഹചര്യമല്ല അവിടെയുള്ളത്. ബോക്കോ ഹറം തന്നെയും മതപരമായ താല്പര്യങ്ങളുടെ പുറത്ത് സംഘടിച്ചവരല്ല, അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട സംഘടനയല്ല അതെന്നുകൂടി ഞാൻ സൂചിപ്പിച്ച അൽ ജസീറയിലെ ലേഖനത്തിൽ അവിടെ നിന്നുള്ള വ്യക്തി എഴുതുന്നതും കാണാൻ കഴിയും.
അവരെ നയിക്കുന്നത് മതപരമായ ഒരു താല്പര്യവുമല്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ബോക്കോ ഹറം കൊന്നൊടുക്കിയ ആളുകളുടെ അഥവാ മുസ്ലിങ്ങളുടെ ഉൾപ്പെടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയും. സുബഹി നിസ്കാരത്തിന് പള്ളിയിലെത്തിയ ആളുകളെ കൊല ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തായാലും കൊല്ലപ്പെടുന്നത് ക്രൈസ്തവരല്ലല്ലോ. എന്നിട്ട് മുസ്ലിങ്ങളെ മറമാടുന്ന സമയത്ത് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കാരം നടക്കാറുണ്ട്. ആ മയ്യത്ത് നിസ്കാരത്തിന്റെ ദൃശ്യം വെച്ചിട്ടാണ് ഈ നാട്ടിൽ ചില ആളുകൾ ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്. ഏത് പ്രചാരണം നടത്തുന്നത്? മുസ്ലിങ്ങൾ ക്രൈസ്തവരെ കൊന്നൊടുക്കി എന്ന പ്രചാരണം നടത്തുന്നത്. എന്നിട്ട് അത് വെച്ചിട്ട് വർഗീയവും വംശീയവുമായി വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തുകയാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഗസയും നൈജീരിയയും വേറിട്ട് നിൽക്കുന്നു? ഒന്നാമത്തെ കാര്യം, ഗസ എന്ന് പറയുന്നത് ഒരു അറബ് രാഷ്ട്രമാണ്. അവിടെ ക്രൈസ്തവർ ജീവിക്കുന്നുണ്ട്, ക്രൈസ്തവ ന്യൂനപക്ഷമുണ്ട്, അവിടെയുള്ള ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ട്, ഇസ്രായേലാണ് ആക്രമിക്കുന്നത്, ക്രൈസ്തവരുടെ ചർച്ചുകൾ തകർക്കുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്, ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അവിടെ മഹാഭൂരിപക്ഷം വരുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെ തുടച്ചു നീക്കുക, അറബ് വംശജരെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവിടെ ഇസ്രയേൽ എന്ന് പറയുന്ന ഭരണകൂടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ഇസ്രയേൽ എന്ന് പറയുന്ന ഭരണകൂടമാണ് ഏറ്റവും കടുത്ത ഭീകരവാദ പ്രവർത്തനങ്ങൾ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആ ഭൂമി ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, ആ മനുഷ്യർ ആ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ വേണ്ടിയാണ്, എന്നിട്ട് ആ മണ്ണ് സ്വന്തമാക്കാൻ വേണ്ടിയാണ്, ആ മണ്ണിലെ വിഭവങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഇസ്രയേലും അമേരിക്കയും ഈ രീതിയിലുള്ള കാടൻ പ്രവർത്തനങ്ങൾ, അതിമൃഗീയമായ മാരകമായ ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഭരണകൂടം നടത്തുന്നു എന്നതുകൊണ്ട് അത് ഭീകരാക്രമണം അല്ലാതായി തീരുന്നില്ല. കടുത്ത ഭീകരാക്രമണമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഭരണകൂടം, ആ സ്റ്റേറ്റ് പലസ്തീൻ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റിന് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ഇസ്രയേൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫലസ്തീൻ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റിന് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരാക്രമണം ലോകത്ത് തുല്യതയില്ലാത്തതാണ്. അങ്ങനെ ഒരു തുല്യതയുള്ള ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. നൈജീരിയയിലെ പ്രശ്നം എന്താണ്? അവിടെ നടക്കുന്നത് വംശീയമായ സംഘട്ടനമാണ് എന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം ഈ സംഘട്ടനങ്ങളിൽ രണ്ടു കൂട്ടരും ഇരയാകുന്നുണ്ട്. അവിടെ ഏകപക്ഷീയമായ ആക്രമണമല്ല നടക്കുന്നത്. അവിടെ ബോക്കോ ഹറാം എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം ക്രൈസ്തവരെ ആക്രമിക്കുന്നുണ്ട്, മുസ്ലിങ്ങളെയും ആക്രമിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണം ശക്തിപ്പെടുന്നതിനെതിരെ അവിടെയുള്ള മുസ്ലിം സംഘടനകൾ പ്രതിഷേധിക്കുന്നുണ്ട്. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ ശക്തിപ്പെടുന്നതിനെതിരെ ക്രൈസ്തവ സംഘടനകൾ പ്രതിഷേധിക്കുന്നുണ്ട്. രണ്ടു കൂട്ടരും ആക്രമിക്കപ്പെടുന്നതിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ പ്രതിഷേധിക്കുന്നുണ്ട്. അവിടെ രാഷ്ട്രത്തിൽ നിന്ന് ആരെയെങ്കിലും കുടിയൊഴിപ്പിക്കുന്നതിന്റെ ഭാഗമായല്ല, ആ രാഷ്ട്രം തന്നെ കയ്യേറ്റം ചെയ്യുന്നതിന്റെ ഭാഗമായല്ല ആക്രമണം നടക്കുന്നത്. മറിച്ച് അവിടെ നടക്കുന്നത് മറ്റു പല താല്പര്യങ്ങളുടെയും, സാമ്പത്തികമായതുൾപ്പെടെയുള്ള താല്പര്യങ്ങളുടെ പേരിലാണ് അവിടെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജനതയെ നിശേഷം, ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ജനതയെ നിശേഷം ഇല്ലാതാക്കി അവിടെ അധികാരം സ്ഥാപിക്കുക എന്ന അർത്ഥത്തിൽ പോലുമല്ല, ആ മണ്ണ് കൈയടക്കുക എന്ന അർത്ഥത്തിൽ പോലുമല്ല ബോക്കോ ഹറം തീവ്രവാദികൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുടെ ഭീകരവാദ പ്രവർത്തനത്തെ നിസ്സാരവൽക്കരിക്കുകയല്ല, മനുഷ്യരെ കൊല്ലുന്ന, മനുഷ്യരെ കുരുതിക്ക് കൊടുക്കുന്ന എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങളെയും നിരാക്ഷേപം നിരാകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് അവരെ വെള്ളപൂശുകയാണ്, അവർക്ക് വേണ്ടി സംസാരിക്കാനെന്നൊന്നും ആർക്കും തോന്നേണ്ടതില്ല. ബോക്കോ ഹറം എന്നല്ല, ഏത് ഭീകരവാദ പ്രസ്ഥാനം ജനങ്ങളെ കൊല്ലാനും നാടിന്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്താനും ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരെ പ്രതിരോധിക്കുക തന്നെ വേണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നൈജീരിയയിൽ നടക്കുന്നതിനെ ഗസയോട് താരതമ്യപ്പെടുത്താൻ, ഗസയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രവും അതിന്റെ ഭരണകൂടവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനത്തോട് നൈജീരിയയിൽ ഒരു സംഭവത്തെയും താതാത്മ്യപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് നൈജീരിയക്ക് വേണ്ടി എന്തേ സംസാരിക്കാത്തത്, ഗസക്ക് വേണ്ടി കരയുന്ന ആളുകൾ നൈജീരിയക്ക് വേണ്ടി എന്തേ കരയാത്തത് എന്ന് ചോദിക്കുന്നവരോടാണ് പറയുന്നത്. നൈജീരിയയിൽ രണ്ട് വിഭാഗവും കൊല്ലപ്പെടുന്നുണ്ട്. നിങ്ങൾ ഫലസ്തീനിലെ ജനതയ്ക്ക് മേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി കരയുന്ന കരച്ചിൽ ഈ അവിടെ നൈജീരിയയിൽ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആരെങ്കിലും കരയാറുണ്ടോ? ഈ പറഞ്ഞ സംഭവം പള്ളിയിൽ സുബഹി നിസ്കാരത്തിലെത്തിയ ആളുകളെ കൂട്ടക്കൊല ചെയ്ത ഇതൊരൊറ്റ സംഭവമല്ല, അനേകം സംഭവങ്ങൾ, പള്ളികളിൽ എത്തിയവരെയും അല്ലാത്തവരെയുമായ ധാരാളം മുസ്ലിങ്ങളെ കൊല ചെയ്ത, നൂറുകണക്കിന് മുസ്ലിങ്ങളെ കൊല ചെയ്ത സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പിന്നെ എന്തുകൊണ്ട് ഗസയിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധം നടക്കുന്നു? അതിന്റെ കാരണം വ്യക്തമാണ്. ഗസയിൽ ഒരു ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടയാണ്. അതൊരു മുസ്ലിം പ്രശ്നം എന്ന രീതിയിൽ പോലുമല്ല സംബോധന ചെയ്യുന്നത്. ഇസ്രയേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാജ്യവും അതിന്റെ ഭരണകൂടവും മുസ്ലിങ്ങളെ ലാക്കാക്കി തന്നെ ആക്രമണം നടത്തുന്നത്, മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ള വംശഹത്യയാണ് അവിടെ നടത്തുന്നത് എന്നതിലൊരു സംശയവുമില്ല. പക്ഷേ ഈ വിഷയത്തിൽ കേരളത്തിലേതുൾപ്പെടെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ, മതസംഘടനകൾ, സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതിന്റെ കാരണം വളരെ വ്യക്തമാണ്. അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്, അതൊരു വലിയ ജനാധിപത്യ പ്രശ്നമാണ്. മനുഷ്യരെ കൊല്ലുന്നു എന്നതാണ് പ്രശ്നം. അല്ലാതെ അവിടെ മുസ്ലിങ്ങളും ജൂതരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു എന്നതിന്റെ പേരിലുള്ള പക്ഷം ചേരലല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സംഘർഷമല്ല. കാരണം ഇസ്രയേലിൽ ജൂതരായിരിക്കുന്ന ആളുകൾ തന്നെ ഈ ഭരണകൂടത്തിനെതിരെ ശക്തമായി, ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെ, നെതന്യാഹു സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ജൂതരും മുസ്ലിങ്ങളും
തമ്മിലുള്ള പ്രശ്നമായിത്തീരുന്നത്. സയനിസ്റ്റ് നേതാക്കളുടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മനസ്സിൽ മുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ട്. അപ്പോഴും ഈ വിഷയത്തെ സമീപിക്കുന്നത് ഒരു മുസ്ലിം പ്രശ്നം എന്ന രീതിയിലല്ല, ഒരു രാജ്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി അവിടെയുള്ള മനുഷ്യരെ തുടച്ചു നീക്കി ആ രാജ്യത്തിന്റെ അധികാരവും അവകാശവും മണ്ണും വിണ്ണും ഒക്കെ കൈക്കലാക്കാനുള്ള ഒരു ഭരണകൂടത്തിന്റെ, ഇസ്രായേൽ ഭരണകൂടത്തിന്റെ തെറ്റായ തീരുമാനത്തിനെതിരെ ഒരു മാനുഷിക പ്രശ്നം എന്ന രീതിയിലാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. അതിന് മതപരമായി നിറം കൊടുക്കുന്ന ഈ സംഘികളാണ്, കുസംഘികളാണ്, സൈനിസത്തെ അനുകൂലിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തേ നൈജീരിയയിലേക്ക് നോക്കാത്തത്, നൈജീരിയയിൽ കൊല്ലപ്പെടുന്നവരെ കുറിച്ച് സംസാരിക്കാത്തത്, നൈജീരിയയിൽ കൊല്ലപ്പെടുന്ന ക്രൈസ്തവരെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നതുപോലെ നൈജീരിയയിൽ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങളെ കുറിച്ചും ഇവിടെ ആരും സംസാരിക്കുന്നില്ല എന്ന് ഓർക്കേണ്ടതുണ്ട്. രണ്ട് പ്രശ്നമാണ്. എവിടെ ആളുകളെ കൊന്നാലും, അത് യുക്രൈനിലായാലും മോസ്കോയിലായാലും ഇനി വേറെ എവിടെയെങ്കിലും ആയിരുന്നാലും, എവിടെ ആളെ കൊന്നാലും കൊല തന്നെയാണ്, കൊല്ലപ്പെടുന്ന മനുഷ്യർ തന്നെയാണ്. ആ മുഴുവൻ മനുഷ്യരോടും ഐക്യദാർഢ്യപ്പെടുന്നുണ്ട്. അതേ സമയത്ത് എന്തുകൊണ്ട് ഗസയെ പ്രത്യേകമായി എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ്. സയനിസ്റ്റ് ഭരണകൂടം ഒരു രാജ്യത്തെ മുഴുവനും ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി അവിടെയുള്ള മനുഷ്യരെ കൊന്നു തള്ളിയിട്ട്, കുഞ്ഞുങ്ങളെ പോലും കൊന്നു തള്ളിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകത്ത് സമാനതയില്ലാത്തതാണ്. ആ സമാനതയില്ലാത്ത ആക്രമണങ്ങൾ പ്രതിരോധിക്കുക എന്നത്, അതിനെ പ്രതിഷേധിക്കുക എന്നത് മനുഷ്യരുടെ ബാധ്യതയാണ്. കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ചിരിക്കുന്നവർ മനുഷ്യരല്ല, അവർക്ക് രണ്ട് കാലുണ്ട് എന്നതുകൊണ്ട്, ആ രണ്ട് കാലിലാണ് അവർ നിവർ നിൽക്കുന്നത് എന്നതുകൊണ്ട് അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ കഴിയില്ല. മനുഷ്യരുടെ ഒരു രൂപമുണ്ട് എന്നതല്ല, മനുഷ്യരുടെ ഒരു സ്വഭാവവും ഒരു വാത്സല്യവും സ്നേഹവും അവർ പുലർത്തുന്നില്ല എന്നതുകൊണ്ട് കൂടിയാണ് അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ. തികച്ചും വർഗീയമായ ലക്ഷ്യത്തോടുകൂടി നൈജീരിയ മുന്നിൽ വെച്ചുകൊണ്ട് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷം വമിപ്പിക്കുന്ന പ്രസ്താവനകൾ, പ്രചാരണങ്ങൾ, ആ പ്രചാരണങ്ങൾക്ക് പിറകിൽ മുസ്ലിം വിദ്വേഷമല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അവർക്ക് യാതൊരു തരത്തിലുള്ള മാനുഷിക താല്പര്യവുമില്ല. ഈ പറയുന്ന ഒരാൾ പോലും നൈജീരിയയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ച് സ്വന്തം ടൈം ലൈനിൽ ഒരു വരി പോലും എഴുതിയിട്ടില്ല എന്നതുകൂടി ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് പലസ്തീനെ കുറിച്ച് സംസാരിക്കുന്നവർക്കെതിരെ ശബ്ദിക്കുന്നവർ, പലസ്തീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന മനുഷ്യരെ മറ്റു പലതുമായി ചിത്രീകരിക്കുന്നവർ, അതിന്റെ പേരിൽ പൊള്ളുന്ന ആളുകൾ നിങ്ങളുടെ പൊള്ളലുമായി കഴിഞ്ഞുകൊള്ളൂ. നൈജീരിയയിൽ എന്താണ് നടക്കുന്നത്, യുക്രൈനിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നിങ്ങൾ ലേഖനങ്ങൾ വായിക്കാറില്ല, വാർത്തകൾ വായിക്കാറില്ല, വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സന്ദേശങ്ങൾ കാണുകയും കേൾക്കുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നതുകൊണ്ട് നാട്ടുകാരെല്ലാം പൊട്ടന്മാരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സ്വന്തം രൂപത്തിലേക്ക് അല്ലെങ്കിൽ സ്വന്തം മായുള്ള ഒരു സവിശേഷതയിലേക്ക് മറ്റുള്ള ആളുകളെ നിങ്ങൾ കൂട്ടിച്ചേർക്കരുത്. അങ്ങനെ കൂട്ടിച്ചേർത്താൽ നിന്നു തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മാത്രമേ തൽക്കാലം അതേക്കുറിച്ച് പറയാനുള്ളൂ.